ഹായ് ഹലോ നമസ്കാരം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവും പപ്പടമാണ് കേട്ടോ. ഇനി നമുക്ക് പൊതിച്ചോറിലെ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ന് ചോറിൻ്റെ കൂടെ നല്ല ഉണക്ക മാങ്ങയുടെ അച്ചാറും പിന്നെ കോഴിമുട്ട പൊരിച്ചതും പിന്നെ പയറുപ്പേരിയും ആട്ടോ എടുത്തിട്ടുള്ളത്. ഇന്ന് നമുക്ക് കറിയായിട്ട് സാമ്പാറായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൂടെ പാത്രത്തിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചാരുനും അതിനും വേഗം ഫുഡൊക്കെ വാരി കൊടുത്തു കേട്ടോ. ഇന്ന് ആദുൻ്റെ സ്കൂളിൽ ഓണം സെലിബ്രേഷനാണ്. അതുകൊണ്ട് തന്നെ നമുക്കിന്ന് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പുളിയിഞ്ചി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഓരോ കുട്ടികൾ വീതം 15 കുട്ടികൾക്കുള്ള ഒരു പുളിയിഞ്ചി അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൻ്റെ ക്ലാസ്സിൻ്റെ പേരും അവൻ്റെ പേരൊക്കെ എഴുതിയിട്ട് ഞാനിത് ഈ ഒരു കുപ്പിയിലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് അവന് കൊണ്ടുപോകാനുള്ള പുളിയിഞ്ചി. അപ്പോൾ അതൊക്കെ പാക്കാക്കിയതാ അവന് വേണ്ട ഇലയൊക്കെ നമ്മൾ കുറച്ച് പാക്കറ്റായി കൊടുത്തയച്ചു. അങ്ങനെ അവൻ സ്കൂളിലേക്ക് പോയിട്ടോ. ഇനി നമുക്ക് നമ്മുടെ ചാരുക്കുട്ടീനെ അംഗനവാടി കൊണ്ടാക്കാൻ വേണ്ടി ഒരുക്കണം. അങ്ങനെ ചാരുക്കുട്ടി ഡ്രസ്സൊക്കെ മാറ്റി ഇതാ പുറത്തിറങ്ങിയിട്ടുണ്ട്. പോകാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് സങ്കടത്തിലാണ്. ചാരുക്കുട്ടീൻ്റെ അംഗനവാടി വേണതും ഈ ചെറുവണ്ണൂർ ഹൈസ്കൂളിൻ്റെ ഉള്ളിലായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഹൈസ്കൂളിൻ്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ അവിടെ ഓണാഘോഷ പരിപാടിയാണ്. ചാരുവിൻ്റെ അംഗനവാടിയിൽ ഓണാഘോഷം തിങ്കളാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ കുട്ടികൾ സെൽഫി എടുക്കലും പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുക്കേണ്ട കുട്ടികൾ പൂവൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ചേരം അതൊക്കെ കണ്ടിട്ട് മെല്ലെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. പിന്നെ വന്നതിന് ശേഷം കുറച്ച് പണികളെന്ന് പറയുന്നത് ഈ ഒരു സെറ്റ് മുണ്ട് അടിക്കാനും പിന്നെ ചുരിദാറിൻ്റെ സൈസ് റെഡിയാക്കാനും അങ്ങനെ കുറച്ച് പണികളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ 2-3 ഡ്രസ്സ് ഞാൻ അടിച്ച് വെച്ചിട്ടുണ്ട് ചാരുവിന്. അതിനൊക്കെ ഹൂക്കും കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട്. പിന്നെ ഞാൻ ചാരുവിന് ഈ ഒരു സെറ്റ് സാരി വെച്ചിട്ട് ഒരു പാവാട അടിച്ചാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാവാടയ്ക്ക് ആകുമ്പോൾ തന്നെ ഹൂക്കൊക്കെ വെക്കാനുണ്ട്. അതൊക്കെ വെച്ച് തീർത്തു. ഇനിയിപ്പം നമ്മുടെ ബ്ലൗസുകൾക്കൊക്കെ ഹൂക്ക് വെക്കാനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് പുറത്ത് പോയിരുന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് പോയിരുന്നു കേട്ടോ. അപ്പോൾ നല്ല വെയിലാണ് പുറത്ത്. ഞാൻ സെറ്റ് സാരിനെ കൊണ്ട് വേറൊരു ബ്ലൗസും അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ ഞാൻ വർക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ അതിൻ്റെ ഹൂക്കുമൊക്കെ വെച്ചതിന് ശേഷം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ. ഇതാണ് അടിച്ചത്. പക്ഷേ ഇതിൻ്റെ മുകളിൽ ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത് അവളുടെ അപ്പയാണ് കേട്ടോ. ഞാൻ അടിച്ചു വെച്ചതിൻ്റെ മുകളിലാണ് ഈ ഒരു വർക്ക് ചെയ്തത്. നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതും അവളുടെ അപ്പ തന്നെ ചെയ്തതാണ് കേട്ടോ. ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവൾ അപ്പ പറഞ്ഞാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്യാൻ നോക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു കൃഷ്ണനെ വരച്ചു തന്നതാണ്. അങ്ങനെ ഈ പരിപാടികളൊക്കെ തീർത്തതിന് ശേഷം ഞാൻ വേഗം പോയി ചാരുവിനെ പോയി അംഗനവാടി പോയി കൂട്ടി വന്നു കേട്ടോ. വരുമ്പോൾ ഞങ്ങൾ ഒരു കേക്കും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ അത് കഴിക്കുകയാണ്. ബൈ ബൈ.